ഞാനുള്ളത് ട്രാൻസ്ഫം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിന്റെ മെയിൻ വർക്കുകളിലൊന്നായ ബ്രേക്ക് വാട്ടർ ബെർത്ത് യാർഡ് എക്സ്റ്റൻഷൻ ഈ 3 വർക്കും ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്താണ്. കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. 2025ഓടുകൂടി സെക്കൻഡും തേർഡും ഫോർത്തും ഫേസിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നിലവിലെ വർക്കിന്റെ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ആദ്യമായി നമ്മൾ നോക്കുന്നത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളിലൊന്നായ ബ്രേക്ക് വാട്ടറിന്റെ വർക്ക് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസിൽ 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടറിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ടും ബ്രേക്ക് വാട്ടറിന്റെ സ്ട്രക്ചർ 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്തതിന്റെ എൻഡ് പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ധാരാളം ആക്രോപോഡും ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിലേക്ക് വേണ്ടി ഈ ഭാഗത്തു നിന്നാണ് ഈ എക്സ്റ്റൻഷൻ വരുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിൽ നിന്നും 1040 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2028ഓടുകൂടി 4000 മീറ്ററാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചെന്നൈ IIT ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്, അതായത് ബ്രേക്ക് വാട്ടറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. സെൻട്രലിലൂടെ 10 മീറ്ററിന്റെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിലവിൽ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ മുകളിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ വാളുണ്ട്. ഈ കടലിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ വാളിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ വർക്കിലേക്ക്, അതായത് പ്രൊട്ടക്ഷൻ വാലിന് പേരലായിട്ട് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. എത്രത്തോളമാണ് ആക്രോപോഡുകൾ ഫില്ല് ചെയ്യുന്നതെന്നും എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായി ധാരാളം ഹെവി ക്രെയിനുകളാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ മുകളിലുള്ളത്. നമ്മൾ ഈ കാണുന്ന പോലെ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ കാണുന്നത്. വർക്കിംഗ് സൈറ്റിലെ എഞ്ചിനീയേഴ്സിനെയും സ്റ്റാഫിനെയും നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്തല്ല, നമ്മൾ ഈ കാണുന്ന പ്രൊട്ടക്ഷൻ വാളിന്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. നല്ല തിക്നെസ് ആണ് പ്രൊട്ടക്ഷൻ വാളിനുള്ള. എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല, എന്നാലും വളരെ ദൂരെ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അടുത്തല്ല. അപ്പോൾ അത്രത്തോളം കണ്ട് മനസ്സിലാക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ റോഡിന്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള പ്രൊട്ടക്ഷൻ വാളിന്റെ വർക്കിന് പേരലായിട്ട് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ക്രെയിനുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ദിനം പ്രതി മണിക്കൂറുകൾ കൊണ്ട് ധാരാളം ലോറികളാണ് ഇതുപോലെ ആക്രോപോഡുമായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ മുകളിലുള്ളത്. അതായത് വിഴിഞ്ഞം പോർട്ടിന് പുറത്താണ്, എനിക്കൊന്ന് മുല്ലൂർ ഭാഗത്താണ് ഈ പറയുന്ന ആക്രോപോഡ് ഡംപ് ചെയ്തിട്ടുള്ളത്. ധാരാളം ഒരു ഗോഡൌൺ പോലെ തന്നെയുണ്ട്. അവിടെ നിന്നാണ് ഈ പറയുന്ന ആക്രോപോഡുകൾ ലോറികളിലാക്കി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വഴി ഈ ബ്രേക്ക് വാട്ടറിന്റെ സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തൊരു യെല്ലോ നിറത്തിലുള്ള ക്രെയിൻ കണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ നിറത്തിലുള്ള കളറുണ്ട് ക്രെയിനുകളുണ്ട്. ധാരാളം ക്രെയിനുകളാണ് വിഴിഞ്ഞം പോർട്ടുള്ളത്. ഇപ്പോൾ 2ാമത്തെ ക്രെയിനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആക്രോപോഡ് അൺലോഡ് ചെയ്ത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയും നമുക്ക് 3-4 ലോറികളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ. ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വെറും 5 മിനിറ്റ് മാത്രം ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ മുകളിലൂടെയുള്ള വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. 5 മിനിറ്റിനകത്ത് തന്നെ ഇത്രമാത്രം ലോറികളാണ് ഇപ്പോൾ ഇവിടെ ആക്രോപോഡുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂറിൽ എത്രത്തോളം ലോറികളും അത്രത്തോളം ക്രെയിനുകളും, ഇപ്പോൾ നമ്മൾ 3ാമത്തെ ക്രെയിനാണ് കാണുന്നത്. അങ്ങനെ ധാരാളം ക്രെയിനുകളുമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആക്രോപോഡുകൾ ഫില്ല് ചെയ്യുന്ന ജോലികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് എത്രത്തോളമാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യാനുള്ളതെന്ന്. ഈ ഭാഗത്തെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ പ്രൊട്ടക്ഷൻ വാളിന്റെ പേരലായിട്ട് ആക്രോപോഡെല്ലാം ഇവിടെ നിൽക്കുന്നത് നമുക്ക് വീഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ഭാഗത്തെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഫില്ല് ചെയ്യാത്ത ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ ലോറി വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെയും നമുക്ക് ധാരാളം ലോറികളെ ആക്രോപോഡുമായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു ടവറാണ്. എനിക്ക് തോന്നുന്നു റഡാർ ടവർ ആയിരിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഈ ടവർ ഇപ്പോൾ പണിത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ വർക്ക് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രെയിൻ കാണാൻ സാധിക്കും. മേളിൽ ഒന്ന് ഫിക്സ് ചെയ്തിട്ടില്ല, റഡാറിൻ്റെ ആയിരിക്കാനാണ് ചാൻസ് വളരെ കൂടുതൽ.
ഇനി നമുക്ക് അടുത്ത് ഇതിന് പാരലായിട്ട് തന്നെ നമുക്ക് നോക്കാം. ഈ പറയുന്ന നമ്മളെ പ്രൊട്ടക്ഷൻ വാളിൻ്റെ പാരലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇനി ആക്രോപോഡ് ഫില്ല് ചെയ്യാനുണ്ട് എന്നാണ് നമുക്ക്. കാരണം അതിന് പാരലായിട്ട് നമ്മൾ ഈ പറയുന്ന ആക്രോപോഡ് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ കാണുമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ നിൽക്കുന്നത് പോർട്ടിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്കാണ് വ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് നമുക്കറിയില്ല. കാരണം ഈ ഭാഗത്തെല്ലാം ഇവിടെയും കണ്ടോ, ഇവിടെയും ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കും, ഏകദേശം കാണാൻ സാധിക്കും. ഈ ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. അപ്പോൾ തൊട്ട് മുന്നേ കണ്ട ഭാഗത്ത് ഇനിയും ഫില്ല് ചെയ്യാനുണ്ട്, ആക്രോപോഡ് ഫില്ല് ചെയ്യാനുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകളെല്ലാം നടക്കുന്നത്. 4-5 ക്രെയിനുകളെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ധാരാളം ലോറികൾ, 100 കണക്കിന് ലോറികളാണ്. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിനകത്തുള്ള വീഡിയോയിൽ തന്നെ 5-10 ലോറികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എത്രത്തോളം ലോറികളാണ് വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് വിഴിഞ്ഞ പോർട്ടിൻ്റെ എല്ലാ വർക്കുകളും ഇന്നേ വരെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഫാസ്റ്റ് തന്നെയാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ജോലികളും നടക്കുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം വർക്കെല്ലാം നടക്കുകയാണ്. ഇവിടെയും നമുക്കൊരു ടവർ കാണാൻ സാധിക്കുന്നതാണ്. പ്രൊട്ടക്ഷൻ വാളിൻ്റെ കുറച്ച് വർക്കുകൾ, കുറച്ച് വളരെ മൈന്യൂട്ട് വർക്കുകളാണ് ആ ഭാഗത്ത് നടക്കുന്നത്. ബാക്കി നമ്മൾ കാണുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്താണ് കാണുന്നത്. 1%, 2% ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നതാണ്, അത്രമാത്രം കംപ്ലീറ്റ് ചെയ്യാൻ യഥാർത്ഥത്തിൽ കാണുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഭാഗത്തെല്ലാം തീർച്ചയായിട്ടും ആക്രോപോഡ് ഫില്ല് ചെയ്യാനുമുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി ഇപ്പോൾ ബെർത്തിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ബ്രേക്ക് വാട്ടറിൻ്റെ ഏകദേശം അപ്ഡേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇവിടെ വർക്ക് നടക്കുന്നതും എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ ബെർത്തിൽ ഓൾറെഡി 2 ഷിപ്പുകൾ നിലവിൽ ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് STS ക്രെയിനുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ഫേസിൽ നമുക്ക് 800 മീറ്ററാണ് ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതുമാത്രമല്ല യാർഡിൽ ധാരാളം കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബെർത്തിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷനുമാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ 800 മീറ്ററിൻ്റെ എൻഡ് പോർഷനാണ്. അത് തൊട്ട് മുന്നേ നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ കണ്ടതുപോലെ തന്നെ നമ്മുടെ ബെർത്തിൻ്റെ എൻഡ് പോർഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2028 ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബെർത്ത് 1200 മീറ്റർ കൂടി ആഡ് ചെയ്ത് 2000 മീറ്ററാണ് ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ അതിന് പാരലായിട്ട് തന്നെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ 4000 മീറ്ററും ബെർത്തും 2000 മീറ്റർ ആവും. അതിനോട് ചേർന്നുള്ള യാർഡ് എക്സ്റ്റൻഷൻ വർക്കുകളും തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് ഫേസിൽ 800 മീറ്റർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ യാർഡ് എക്സ്റ്റൻഷൻ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ തീർച്ചയായിട്ടും അപ്ലോഡും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്ത് ധാരാളം കണ്ടെയ്നറാണ് നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല ഇവിടെ ട്രെഡ്ജിങ് നടത്തിയ സാൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കാരണം നിലവിൽ ഈ പറയുന്ന സാൻഡിൽ ട്രെഡ്ജ് ചെയ്ത് എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ട്രെഡ്ജ് ചെയ്ത സാൻഡ് ഉപയോഗിച്ചാണ് നമുക്കൊരു ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും NH66 തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡിൻ്റെ വർക്ക്, ആ ലിങ്ക് റോഡിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണൽ കൊണ്ടുപോകുന്നത്. പലപ്പോഴും അവിടെ വയൽ പോലത്തെയും കുളം പോലത്തെയും പ്ലേസ് ആയതിനാൽ നികത്തി എടുക്കുന്നതിനാണ് നമ്മൾ ഈ കാണുന്ന പോലെ ട്രെഡ്ജ് ചെയ്ത മണൽ കൊണ്ടുപോകുന്നത്. മാത്രമല്ല പോർട്ടിൻ്റെ പല സ്ഥലത്തും വർക്ക് നടക്കുന്നതിനും ഈ ട്രെഡ്ജ് ചെയ്ത മണൽ, അവിടെ മാത്രമല്ല പല സ്ഥലത്തും ഈ പറയുന്ന നികത്തി എടുക്കുന്നതിനും ട്രെഡ്ജ് ചെയ്ത മണൽ ഉപയോഗിക്കുന്നു. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നിലവിൽ നമ്മൾ ഈ കാണുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്കിന് തന്നെയാണ് ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണൽ പൂർണ്ണമായിട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണക്ഷൻ റോഡിൻ്റെ അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് ധാരാളം ലോറികളാണ് ആ ഭാഗത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നതാണെങ്കിൽ നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ NH66 വരെ 1700 മീറ്ററാണ് ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി കുറച്ച് ഭാഗം വർക്കുകളാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ വർക്കിൻ്റെ അപ്ഡേഷനും നമ്മുടെ ചാനലിൽ തന്നെ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 9 വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതായത് കണക്ഷൻ റോഡിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അപ്ഡേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഭാഗത്തെല്ലാം ഓരോരോ വർക്കുകളൊക്കെ നടക്കും നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അതെല്ലാം കാണാൻ സാധിക്കും. ഈ ട്രെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന ട്രെഡ്ജറിൻ്റെ ഓസ് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ദിവസങ്ങളായി എന്ന് പറയാൻ ഈ അടുത്തിടെ ഒരിക്കൽ ട്രെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണക്ഷൻ റോഡിന് വേണ്ടിയാണ് ട്രെഡ്ജ് ചെയ്തത്. അല്ലാതെ നമ്മളെ പോർട്ടിൽ ട്രെഡ്ജ് ചെയ്യേണ്ട ആവശ്യം നിലവിൽ ഇല്ല. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന യാർഡ് പോർഷൻ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കണ്ടെയ്നർ എന്ന് പറയും പോലെ 2.5 ലക്ഷം ഈ കണ്ടെയ്നറിന് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർണ്ണമായിട്ടും നടന്നു കാണും. കാരണം ധാരാളം ഫീഡർ വെസലും മദർ വെസലും, ഫീഡർ വെസലാണെങ്കിൽ 3 ഫീഡർ വെസലാണ് ഒരേ സമയം നമ്മുടെ ബെർത്തിൽ മൂറിങ്ങിലായിട്ടുള്ളത്. നമ്മൾ ആ വീഡിയോ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു.
ധാരാളം മദർ വെസലുകൾ, അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഓരോ മദർ വെസലുകളും ചൈനയിലെ യാങ്ഷൻ പോർട്ടിൽ നിന്നും അതുപോലെ ധാരാളം ലോകത്തിൻ്റെ പല വലിയ വലിയ പോർട്ടുകളിൽ നിന്നും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് കണ്ടെയ്നറുമായിട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ധാരാളം കണ്ടെയ്നറാണ് നമ്മുടെ യാർഡ് പോസ്റ്റിൽ കാണാനും സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ ഇപ്പോൾ നിലവിൽ 2 കപ്പലുകളാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലുള്ളത്. അതിലൊരു കപ്പലിനെ നമുക്ക് STS ക്രെയിൻ്റെ ഇടയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ. ആ ഒരു ഷിപ്പിനെ കാണാൻ സാധിക്കും. ഏതാ കപ്പലെന്നറിയാൻ നമ്മൾ അപ്ഡേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആ കപ്പലിനെ ഒന്ന് കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ കപ്പൽ ഇപ്പോൾ പോകാൻ പോവുകയാണ്. അതെ, ആ കപ്പൽ ഇപ്പോൾ പോകാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആ കപ്പൽ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് 2 ടഗ് ബോട്ടിനെ നമുക്ക് കാണാൻ സാധിക്കും. അതോ ഈ 2 ടഗ് ബോട്ടുകൾ, 2 കപ്പലാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ ഏറ്റവും, അതായത് നമ്മുടെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 800 മീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലാണ് ആ കപ്പലുള്ളത്. ആ കപ്പൽ നമുക്ക് STS ക്രെയിൻ മാറി പുറത്തേക്ക് വന്നാലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നമ്മൾ അപ്ഡേഷൻ എടുത്തുകൊള്ളുന്ന സമയത്താണ് ആ ടൈമിലാണ് നിലവിൽ ഈ ഒരു കാഴ്ച കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കപ്പലുകൾ ധാരാളം വെയിറ്റിംഗ് ആണ് വെളിയിലും പുറത്തും. അപ്പോൾ ഏത് ടൈമിലാണ് ഇത് പുറത്തേക്ക് പോകുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായി സാധിക്കില്ല. പക്ഷേ ഇതുപോലെ അപ്ഡേഷൻ എടുക്കുന്ന സമയത്ത് നമുക്കത് വിഴുന്ന് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ആ കപ്പലിനെ കൂടി നമുക്കിതിൽ ചേർക്കാനായി സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2 ടഗ് ബോട്ടുകൾ ഹെവി റോപ്പ് ഉപയോഗിച്ച് കപ്പലിനെ ബ്രേക്ക് ബോർഡിൻ്റെ സൈഡിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇപ്പോഴും പേര് വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഷിപ്പ് ഏത് ഷിപ്പാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. വളരെ ദൂരെ നിന്നിട്ടാണ് നമ്മൾ ഈ കപ്പലിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ടഗ് ബോട്ടിനെ കാണാൻ സാധിക്കും. ഇതൊരു വലിയ കപ്പലാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ദൂരെ നിന്ന് ബൾബസ് ബോ വളരെ തെളിഞ്ഞ് കാണുന്നു. അതായത് നല്ലൊരു അൺലോഡിങ് നടത്തിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ കണ്ടെയ്നർ ഡിസ്ചാർജ് വിഴിഞ്ഞം പോർട്ടിൽ നടത്തിയതിന് ശേഷമാണ് കപ്പൽ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം. കപ്പലിൻ്റെ പേര് ഇപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ള സത്യമാണ്. നമുക്ക് ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോപ്പ് ഐലൻഡ് എന്ന് പറയുന്ന പേരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, ഹോപ്പ് ഐലൻഡാണ് ഷിപ്പ്. ഇപ്പോൾ നമുക്ക് കപ്പലിൻ്റെ ഏറ്റവും തെളിഞ്ഞു കാണുന്ന ഭാഗം, നമ്മൾ ക്യൂരിയോസിറ്റിയോടെ എപ്പോഴും നോക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ പറയുന്ന കപ്പലിൻ്റെ ബൾബസ് ബോ എന്ന് പറയുന്നത്. അതായത് കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് എത്രത്തോളമാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയിച്ചു തരുന്ന പോർഷനാണ് ബൾബസ് ബോ. അതുമാത്രമല്ല, കടൽ തിരമാലകളിൽ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനിലൊന്ന്, അതായത് ഈ പറയുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നതും ഈ പറയുന്ന ബ്രിഡ്ജ് പോലെ പ്രാധാന്യമുള്ള ഒരു പോർഷൻ തന്നെയാണ് ഈ പറയുന്ന ബൾബസ് ബോയും. കാരണം ബൾബസ് ബോയുടെ ഒരു പ്രഷർ കൊണ്ടാണ് ഈ പറയുന്ന തിരമാലയിൽ നിന്നും ഹൈ പ്രഷർ കപ്പലിന് വരാതിരിക്കാൻ വേണ്ടി ബൾബസ് ബോയാണ് തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ. ഇനി നമുക്ക് കപ്പലിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ നീളം 230 മീറ്ററാണ്. ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് 32.2 മീറ്ററും ഡെപ്ത് എന്ന് പറയുന്നത് 18.8 മീറ്ററുമാണ്. കപ്പലിൻ്റെ മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 12 മീറ്ററാണ്. പക്ഷെ നിലവിലെ ഡ്രാഫ്റ്റ് 9.6 മീറ്ററാണ്. അതുകൊണ്ടാണ് നമുക്ക് ബൾബസ് ബോ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. 23.4 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന് 3534 TEU കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 506 റീഫർ കണ്ടെയ്നറും തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ കപ്പലിന്റെ റൂട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ ഈ സ്ക്രീനിൽ റൂട്ട് ഒന്ന് കാണിച്ചു. നമ്മൾ കാണുന്നത് കപ്പലിന്റെ റൂട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഹോങ്കോങ്ങിലെ പോർട്ടിൽ നിന്നും നേരെ വിയറ്റ്നാം, മലേഷ്യ, മലാക്ക കടലെടുക്ക് പിടിച്ച ശേഷം ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിലെത്തി. അവിടെ നിന്നും കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലെത്തി. നല്ലൊരു ഡിസ്ചാർജാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ കപ്പൽ പോകുന്നത് തായ്ലൻഡ് പോർട്ടിലേക്കാണ് പോകുന്നത്. കപ്പലിന്റെ ഷെഡ്യൂൾ എന്നും തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ഹോപ്പ് ഐലൻഡിന്റെ റൂട്ടിംഗ്. അതായത് നമുക്ക് ഇപ്പോൾ പല ഫീഡർ വെസലുകളും ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ പല ഷെഡ്യൂളിലും അവരുണ്ടാക്കിയിട്ടുള്ളത്. കാരണം ധാരാളം മദർ വെസലാണ് വിഴിഞ്ഞം പോർട്ടിൽ ദിനം പ്രതി വന്നു പോകുന്നത്. അതായത് ഇപ്പോൾ പോർട്ടിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ കപ്പലുകളുണ്ട്. 1-2 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം വിഴിഞ്ഞം പോർട്ടിന് പുറത്ത് ധാരാളം ഫീഡർ വെസലുകളും മദർ വെസലുകളും നല്ലൊരു തിരക്ക് തന്നെയാണ് നമ്മുടെ പോർട്ടിൽ. 2025 ഓരോ ദിവസവും ഓരോ പടി മുന്നോട്ട് നീങ്ങുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ഡിസ്ചാർജ് നടത്തി എന്ന് നമ്മൾ അവകാശപ്പെടാൻ കാരണം ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഷിപ്പിന്റെ ബൾബസ് ബോ നമുക്ക് കാണാൻ സാധിക്കും. 9.6 മീറ്ററാണ് നിലവിലെ കപ്പലിന്റെ ഡ്രാഫ്റ്റ്. ആ ഷിപ്പ് വന്നപ്പോഴുള്ള ഡ്രാഫ്റ്റ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. നിലവിൽ ആ സമയത്ത് ഞാൻ
വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നില്ല. എന്നാലും നല്ലൊരു ഡ്രാഫ്റ്റിലായിരിക്കും ഈ കപ്പൽ വരിക. ഈ ഇത്രയും ബൾബസ് ബോ പൂർണ്ണമായിട്ടും കാണത്തക്ക രീതിയിൽ കപ്പലുകളൊന്നും നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിച്ചായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു ഈ പറയുന്ന ഡ്രാഫ്റ്റിലായിരിക്കും കപ്പൽ വന്നിട്ടുണ്ടാവുക. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് മുന്നിലായിട്ട് കാണാൻ സാധിക്കുന്നത് കപ്പലിന്റെ ഫോർമാസ്റ്റാണ്. ഓരോ കപ്പലിനും ഓരോ വ്യത്യസ്ത ഫോർമാസ്റ്റാണ്. ഇത് വളരെ പഴക്കം ചെന്ന ഒരു കപ്പൽ തന്നെയാണ്. അപ്പോൾ ഫീഡർ വെസലിലൊക്കെ നമ്മൾ കാണുന്ന ഫോർമാസ്റ്റ്, ഷിപ്പിന്റെ ഹോണും ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെന്റ്സ് കണക്ഷൻസും ചിലപ്പോൾ ആ ഫോർമാസ്റ്റ് കാണും. പക്ഷേ മദർ വെസലുകളെല്ലാം തീർച്ചയായിട്ടും നാവിഗേഷൻ എക്യുപ്മെന്റ്സിന്റെ ഈ റൊട്ടേഷൻ പോർഷൻ ഉൾപ്പെടെ നമുക്കതിൽ കാണാൻ സാധിക്കും. മോസ്കിന്റെ കണ്ടെയ്നറാണ് ധാരാളമായിട്ട് ഈ ഷിപ്പിൽ ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ അടുത്തിടെയാണ് മോസ്കിന്റെ കണ്ടെയ്നർ ധാരാളമായിട്ട് പോകുന്ന ഒരു ഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് MSCയുടെ കണ്ടെയ്നറാണ് പലപ്പോഴായിട്ട് കാണുന്നത്. ഇതാണ് നമ്മുടെ ഈ കപ്പലിന്റെ ഏറ്റവും പ്രധാന പോർഷനായ ബ്രിഡ്ജ് പോർഷൻ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് വിങ് വളരെ വ്യത്യസ്തമായി തോന്നുന്നത് ഫീഡർ വെസലിലെയും മദർ വെസലെയും നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുകൊണ്ടാണ് നമുക്ക് ഈ ബ്രിഡ്ജ് വിങ് വളരെ വ്യത്യസ്തമായി കാണുന്നത്. ഈ ഗ്ലാസ് പോർഷനാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത്. വീൽ ഹൗസിന്റെ മുകളിൽ മങ്കി ഐലൻഡ് നമുക്ക് കാണാൻ സാധിക്കും. മങ്കി ഐലൻഡിന്റെ സൈഡിനോട് ചേർന്നിട്ട് നാവിഗേഷൻ എക്യുപ്മെന്റ്സ്, റഡാർ, സിഗ്നൽ മാസ്റ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയൽ എന്നിവ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരു വ്യത്യസ്തമാണ് നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് വിങ്ങിന്റെ മുകളിൽ ഈ പറയുന്ന കണക്ഷൻ എക്യുപ്മെന്റ്സ് എല്ലാം ഉള്ളത്. ഇതൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുന്നു. കാരണം ഫീഡർ വെസലുകളൊന്നും ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഷിപ്പിന്റെ ഈ പറയുന്ന ഫണൽ പോർഷൻ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ മൊത്തത്തിൽ, അതായത് MSCയുടെ കണ്ടെയ്നറൊന്നും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല. മൊത്തവും നിലവിൽ മേസ്കിന്റെ കണ്ടെയ്നറിൽ മാത്രമാണുള്ളത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു മദർഷിപ്പ് വന്നപ്പോൾ മേസ്കിന്റെ കണ്ടെയ്നർ മാത്രമായിട്ട്, അതായത് അൺലോഡ് ചെയ്തിട്ട് പോയി തന്നെയാണ്. ആ കണ്ടെയ്നർ കൊണ്ടുപോകാൻ തന്നെയായിരിക്കും നിലവിൽ ഈ കപ്പൽ വന്നിട്ടുള്ളത്. ഇത് തായ്ലൻഡിലേക്കാണ് ഈ കപ്പൽ പോകുന്നത്. പൂർണ്ണമായിട്ടും ആ പോർട്ടിലേക്ക് അൺലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണോ അതൊരു ഡമ്മി കണ്ടെയ്നർ ആണോ എന്നറിയില്ല. ചിലപ്പോൾ ഒരു ഡമ്മി ആയിരിക്കും നിലവിൽ. അതുകൊണ്ടാണ് ഈ ഡ്രാഫ്റ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഡ്രാഫ്റ്റ് വളരെ കുറവുമാണ്, പക്ഷെ കപ്പലിൽ ധാരാളം കണ്ടെയ്നറുമുണ്ട്. അപ്പോൾ ഇത് വേക്കൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെയായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മാത്രമേ ഇതിനകത്ത് നിലവിൽ വേക്കൻ്റ് അല്ലാത്ത കണ്ടെയ്നർ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡ്രാഫ്റ്റ് വ്യത്യാസമായി കാണുന്നത്. കാരണം കപ്പൽ ഏതായാലും ഫുള്ളായി പോകുന്ന പോലെ നമുക്ക് ഇതിൽ തോന്നുകയും ചെയ്യുന്നു. ഏതാണ് കറക്റ്റ് എന്ന് നമുക്കറിയില്ല. നമുക്ക് ഈ ഡ്രാഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെ. ഇപ്പോൾ അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. കപ്പൽ നമ്മുടെ പോർട്ടിലൂടെ പുറത്തേക്ക് പോകുന്ന വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. ഹോപ്പ് ഐലൻഡ് എന്ന പേര് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പലപ്പോഴായിട്ട് ഞാൻ ഈ ബൾബസ് ബോയിൽ സൂം ചെയ്യാൻ കാരണം, നമുക്ക് വന്ന പല ഷിപ്പുകളുടെയും ബൾബസ് ബോ നമുക്ക് പോർട്ടിനകത്തോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കില്ല. കാരണം വരുന്ന കപ്പലുകളെല്ലാം, ഈ മദർഷിപ്പുകളാവട്ടെ, മിക്ക കപ്പലുകൾ ഇപ്പോൾ വരുന്ന കപ്പലുകളെല്ലാം ഏകദേശം 13 മീറ്റർ മുതൽ 16.7 മീറ്റർ വരെയാണ്. അതായത് നമ്മുടെ പോർട്ടിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രാഫ്റ്റുള്ള കപ്പൽ എന്ന് പറയുന്നത് 16.7 ആണ്. അത് MSC കൈലിയും MSC ക്ലോഡ് ജെറാർട്ടും, ഈ 2 കപ്പലുകളാണ് ഏറ്റവും വലിയ ഡ്രാഫ്റ്റോടെ വന്ന കപ്പലുകൾ. അതിൽ സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും അല്ലെങ്കിൽ കയറാത്ത ഒരു കപ്പൽ MSC ക്ലോഡ് ജെറാർട്ടാണ്. ആ കപ്പലും നമ്മുടെ പോർട്ടിൽ വന്നത് 16.7 മീറ്ററിലാണ്. ഇപ്പോൾ ഒരു കപ്പൽ വരാൻ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് 16.8 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ കപ്പലായിരിക്കും ഏറ്റവും വലിയ കപ്പൽ. ഇപ്പോൾ നമ്മൾ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ പിന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഹോപ്പ് ഐലൻഡ് എന്ന് പറയുന്ന കപ്പൽ പോർട്ടിന് പുറത്തേക്ക് പോകുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം നല്ലൊരു വെയിലാണ്. ചില സമയത്ത് നമുക്ക് ഈ പറയുന്ന ചെറിയൊരു ഫോഗ് പോലെ വരാൻ സാധ്യത. കടലായതുകൊണ്ട് ക്ലൈമറ്റ് വളരെ വേഗം ചേഞ്ച് വരും. ആ ചേഞ്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ക്ലാരിറ്റിയിൽ വ്യത്യാസം വരും. പലപ്പോഴും നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാരിറ്റിയിൽ വ്യത്യാസം വരും. പക്ഷേ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുന്നു എന്ന് തന്നെയാണ് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടെയ്നർ ഒന്ന് സ്കാൻ ചെയ്ത പോലെ നോക്കുന്നതിന് കാരണം ഇതിൽ വ്യത്യസ്തമായ കണ്ടെയ്നർ എക്സ്കവേറ്റർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടാങ്കർ ലോറികൾ വരാം, LPG ടാങ്കർ വരാം. അങ്ങനെ പലപ്പോഴായിട്ട് ഷിപ്പുകൾ വന്നിട്ടുണ്ട്. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന 40 ഫീറ്റ് കണ്ടെയ്നർ മാതൃകയിലാണ് ആ ഒരു കണ്ടെയ്നറും വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഷിപ്പിൽ കാണാൻ സാധിക്കില്ല. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് പോർഷൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ എമർജൻസിക്ക് വേണ്ടിയുള്ള ഈ പറയുന്ന എക്യുപ്മെന്റ്സ് എല്ലാം നിലവിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നതോടൊപ്പം ഷിപ്പ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ച. അതായത് ഷിപ്പിന്റെ ഏറ്റവും എൻഡ് പോർഷൻ ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ പിന്നിട്ട് നമ്മുടെ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ പോയി എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത് നമ്മുടെ എൻഡ് പോർഷൻ പിന്നിട്ടുകൊണ്ടാണ്. നമുക്കിനി അടുത്തൊരു വിഷ്വലിലേക്ക് വരാം. നമ്മുടെ കപ്പൽ പോയിരിക്കുന്നു. നമ്മൾ കപ്പലിന്റെ വീഡിയോ അല്ല നമ്മൾ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പോർട്ടിന്റെ അപ്ഡേഷൻ നോക്കുകയാണ്. അപ്ഡേഷൻ നോക്കിയ സമയത്താണ് ഇങ്ങനൊരു കപ്പൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വളരെ മനോഹരമായ ദൃശ്യം കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്ന യാർഡ് എക്സ്റ്റൻഷൻ, യാർഡ് പോർഷനാണ്
വളരെ വ്യക്തമായിട്ട് കാണുന്ന ഈ പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത്. ധാരാളം നാച്ചുറൽ സ്റ്റോൺ വളരെ ദൂരെയായിട്ട് കൂട്ടിയിട്ടുണ്ട്. വലിയൊരു ക്രെയിനെ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ലോറികളും ഇപ്പോൾ യാർഡ് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് പോർഷനിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന ക്രെയിനുകൾ ഉപയോഗിച്ചാണ് എനിക്ക് തോന്നുന്നു ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഹൈമാസ് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 200 ടണ്ണിൻ്റെ ക്രെയിനാണ് ഇതുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ക്രെയിൻ വന്നിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം തൊട്ട് മുന്നേ നമ്മൾ സൂം ചെയ്ത് കടലിൽ നിന്നും പോർട്ടിലേക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പോർട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് കടലിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ കാണുന്ന ഈ പോർട്ടിൻ്റെ സൈഡിലുള്ള പല ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നത്. പലപ്പോഴായിട്ട് എല്ലാവർക്കും അറിയാം, ഓരോരോ സ്ഥലത്തു നിന്ന് വീഡിയോ അപ്ഡേറ്റ് ചെയ്താലേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ പോർട്ടിൽ അവസാനമായിട്ട് വന്ന ക്രെയിൻ, കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രൈൻഡിംഗ് ക്രെയിൻ D05 എന്ന് പറയുന്ന ക്രെയിൻ. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അസംബ്ലിയൊക്കെ നടക്കുന്നുണ്ട്. ZPMCയുടെ എഞ്ചിനീയറും നിലവിലുണ്ട്. എനിക്ക് തോന്നുന്നു ZPMCയുടെ ഹെഡ് ഓഫീസ് അല്ല, അവരുടെ സർവീസ് സെൻ്ററൊക്കെ ബോംബെയിലാണെന്ന് തോന്നുന്നു. പക്ഷേ അവരെ എഞ്ചിനീയേഴ്സ് വിഴിഞ്ഞത്തുണ്ട്. ZPMCയുടെ ക്രെയിനുകളാണ്, ചൈനയിൽ വന്ന ZPMC എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്രെയിനുകളാണ് ധാരാളമായി ധാരാളമല്ല, ഫുൾ ക്രെയിനുകളും STS ക്രെയിനുകളാകട്ടെ യാർഡ് ക്രെയിനുകളാകട്ടെ ഫുള്ളായിട്ട് നമ്മുടെ പോർട്ടിലുള്ളത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അസംബ്ലി ഇൻസ്റ്റാളേഷനുമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രെയിൻ ഏറ്റവും ബാക്കിലാണ് നിർത്തിയിട്ടുള്ളത്. കണ്ടോ, ആ ക്രെയിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ക്രെയിനുകളെല്ലാം നമ്മുടെ പോർട്ടിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളെ ചാനൽ അടുത്ത് പോയിട്ട് തന്നെ ഇതിൻ്റെ അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ചെറിയൊരു പാളം പോലത്തെ ഒരു പ്ലേസിലൂടെയാണ് ഈ ക്രെയിനിൻ്റെ വീല് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ടും പിന്നോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ നമ്മൾ യാർഡ് പോർഷനിൽ നടക്കുന്ന സെയിം വർക്ക്. കാരണം ഫസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് നീങ്ങുന്നത്, ഇത്രയും ഫാസ്റ്റായിട്ട് നീങ്ങുമോ, ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. നമ്മൾ STS ക്രെയിന് ഈ പറയുന്ന സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രൈൻഡിംഗ് ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു വർക്ക് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ റീഫർ കണ്ടെയ്നറിന് വേണ്ടിയുള്ള സ്ട്രക്ചറാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഓൾറെഡി നമുക്ക് റീഫർ കണ്ടെയ്നർ വയ്ക്കേണ്ട ഒരു പോർഷനുണ്ട്. പക്ഷേ ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിനം പ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം റീഫർ കണ്ടെയ്നറും വരും. ആ റീഫർ കണ്ടെയ്നർ വെക്കുന്നതിനുള്ള സ്ട്രക്ചർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ പാനലൊക്കെ നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കും. സ്ട്രക്ചറിൻ്റെ താഴെ പാനലുകൾ ധാരാളമുണ്ട്. അതായത് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതിനാണ് ഈ പറയുന്ന പാനലുകളുള്ളത്. അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ആ വർക്ക് നടക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അപ്ഡേഷൻ ഇട്ട് തുടങ്ങിയത്. നമ്മൾ ഈ കണക്ഷൻ റോഡിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്ക് അപ്ഡേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുത്തപ്പോഴാണ് തീർച്ചയായിട്ടും ആ വർക്കെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചത്. വലിയ മാറ്റങ്ങളോടെ തന്നെയാണ് വിഴിഞ്ഞം പോർട്ട് മുന്നോട്ട് പോകുന്നു പറയുമ്പോൾ യാർഡ് എക്സ്റ്റൻഷനും അത്രത്തോളം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കാരണം ധാരാളം റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു സ്ട്രക്ചറാണ് പണിയുന്നത്. കാരണം ഞാൻ വളരെ ദൂരെ നിന്നിട്ടാണ് വീഡിയോ സൂം ചെയ്യുന്നത്. ധാരാളം വർക്കിംഗ് സ്റ്റാഫിനെയും സേഫ്റ്റിയോടെ നിന്ന് പണിയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കാരണം പലരും സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് തന്നെയാണ് ഈ വർക്കെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിലെ എല്ലാ വർക്കുകളും അങ്ങനെയാണ്, വളരെ സേഫായിട്ടാണ് വർക്കിംഗ് സ്റ്റാഫുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സേഫ്റ്റി ഓഫീസറും പലപ്പോഴായിട്ടല്ല എല്ലായ്പ്പോഴും വർക്കിംഗ് സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന പോലെ തന്നെ ഈ റീഫർ കണ്ടെയ്നറിന് വേണ്ടിയുള്ള സ്ട്രക്ചറാണ് അവിടെ പണിയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡാണ് അവിടെ പണിയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഫർ കണ്ടെയ്നർ ധാരാളമായിട്ട് വരുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റുകൾ, അതായത് നിശ്ചിത ടെമ്പറേച്ചറിൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തിക്കേണ്ട പ്രോഡക്റ്റുകൾ ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന സാധാ കണ്ടെയ്നറിൽ കൊണ്ടുപോകാനായി സാധിക്കില്ല. കാരണം -10-ലായിരിക്കും, -5-ലായിരിക്കും, അല്ലെങ്കിൽ +5-ലായിരിക്കും. ഇപ്പം നമ്മൾ നിലവിൽ നാച്ചുറൽ ടെമ്പറേച്ചർ ചിലപ്പോൾ 38-39 ആയിരിക്കും ഉള്ളത്. പക്ഷേ ആ ഒരു ടെമ്പറേച്ചറിൽ ആ പ്രോഡക്റ്റ് കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു +10 മതി, അല്ലെങ്കിൽ -2 മതി. അങ്ങനെ പല ടെമ്പറേച്ചർ വേരിയേഷനിലും നമുക്ക് ഈ റീഫർ കണ്ടെയ്നർ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് റീഫർ കണ്ടെയ്നർ ധാരാളമായി ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ കാണുന്ന റീഫർ കണ്ടെയ്നറിൻ്റെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞ് ധാരാളം റീഫർ കണ്ടെയ്നർ ഫില്ല് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പോകേണ്ടത് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിലുള്ള പ്രൊട്ടക്ഷൻ വാൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനോട് ചേർന്നിട്ടുള്ള റോഡിൻ്റെ വർക്കുകളും നേരത്തെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ കംപ്ലീറ്റ് ചെയ്ത
പോർഷനിൽ, അതായത് ഞാൻ നിൽക്കുന്ന വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വെള്ളവും ചെളിയും നമ്മുടെ പോർക്കിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി സൈഡിലൊരു ഓടേൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓടേൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം വർക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വർക്കിൻ്റെ കുറച്ച് പോർഷനാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. റോഡ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാർബറിൻ്റെ സൈഡ് വരെ, അതായത് നമ്മുടെ പോർട്ടിൻ്റെ സൈഡ് മുതൽ ഹാർബറിൻ്റെ സൈഡ് വരെ ജനങ്ങൾക്ക് താമസിക്കുന്നവർക്ക് പോകാനും, അതുമാത്രമല്ല നമ്മുടെ പോർട്ടിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പം മുന്നോട്ട് പോവുകയാണ്. നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പോർട്ടിൻ്റെ കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് വർക്കിംഗ് സാധനം കൊണ്ടുപോകാനും ഇതുവഴി സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഹെവി എക്സ്കവേറ്ററും ഒരു ലോറിയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിന് ആവശ്യമായിട്ടുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റോണുകൾ ഫില്ല് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പണ്ട് പറയുന്ന പോലെ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു മല തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അടുത്തും ഈ പറയുന്ന ഈ സ്റ്റോണിൻ്റെ ഒരു മല തന്നെ വരും. കാരണം നമ്മളിപ്പോൾ 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഏകദേശം 57 ലക്ഷം ടണ്ണ് സ്റ്റോണാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. കാരണം ഡീപ്പ് വാട്ടർ പോർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ ഫില്ല് ചെയ്യുന്ന നേരത്തും ഇത്രത്തോളം സ്റ്റോണ് അവിടെ വേണ്ടി വരും എന്നുള്ളതാണ്. അതിനാൽ നമുക്ക് ധാരാളം സ്റ്റോണുകളും ഇനിയും ആവശ്യമായി വരും. അതിൻ്റെ ഭാഗമായിട്ട് നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ച് ഫില്ല് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ ദൂരെയായിട്ട് ആക്രോപോഡുമായിട്ട് ഒരു ലോറി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പോകേണ്ടത്, ഇപ്പോൾ നമ്മൾ കാണുന്ന, ഇനി നമുക്ക് വൈഡായിട്ട് നമ്മൾ ഈ പറയുന്ന യാർഡ് പോർഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. കണ്ടോ, ഇത്രത്തോളമാണ് വൈഡായിട്ട് യാർഡ് പോർഷൻ ഉള്ളത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് കണ്ടെയ്നർ അടുക്കി വെച്ചിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത്രത്തോളം വൈഡായിട്ട് ഈ ഭാഗത്തു നിന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പോർട്ടിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ, ഹാർബറിൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം വൈഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. STS ക്രെയിനുകളെയും യാർഡ് ക്രെയിനുകളെയും വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ മുന്നിലായിട്ട് PO ബിൽഡിംഗ്, പോർട്ട് ഓഫീസ് ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നിലവിൽ രണ്ടാമത്തെ വ്യൂ ആണ്, മൂന്നാമത്തെ വ്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് പോർട്ട് ഓഫീസ് സൈഡിൻ്റെ മുന്നിലാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തെങ്കിൽ ഇപ്പോൾ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ, നമ്മൾ ഈ കാണുന്ന PO ബിൽഡിങ്ങിൻ്റെ സൈഡിലെ വിഷ്വലാണ് കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന യാർഡിൻ്റെ ഫ്രണ്ട് പോർഷൻ, അതായത് നിരയായിട്ട് A സീരീസ്, B സീരീസ്, C സീരീസ്, D സീരീസ്, E സീരീസ്, അങ്ങനെ 5 സീരീസുള്ള ക്രെയിനുകളുടെ ഫസ്റ്റ് A01 എന്ന് പറയുന്ന ക്രെയിനുകളെല്ലാം ഇവിടെ നിര അടുക്കി വെച്ചിട്ടുണ്ട്. മേഴ്സ്കിൻ്റെ കണ്ടെയ്നറും ധാരാളമായി കാണുന്നു. അതായത് MSCയുടെ കണ്ടെയ്നർ മാത്രമല്ല, മേഴ്സ്കിൻ്റെ കണ്ടെയ്നറും ധാരാളമായി ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്, യാർഡ് പോർഷനിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ട്രെയിലർ ലോറികളും ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ മേഴ്സ്കിൻ്റെ ഒരു പോർഷൻ കണ്ടെയ്നർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് MSCയുടെ കണ്ടെയ്നർ തന്നെയാണ് 90% അല്ലെങ്കിൽ 95% നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പോർട്ടിനകത്ത് യാർഡ് പോർഷനകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ നമ്മുടെ പിക്ക് ചെയ്ത് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് സ്പ്രെഡർ വഴി പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഫുൾ ഓട്ടോമാറ്റിക് ക്രെയിൻ തന്നെയാണ്. കണ്ടോ, ഇത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഓപ്പറേറ്റിംഗ് റൂമിൽ ഇരുന്നിട്ടാണ് നമ്മുടെ ഈ ക്രെയിൻ പൂർണ്ണമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഭാഗത്തൊന്നും ആരും തന്നെ ഇല്ല. മനുഷ്യരായിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന ട്രക്കിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെയിലർ ലോറിലെ ഡ്രൈവർ മാത്രമാണ് നമ്മുടെ അടുത്ത് പോകുന്നത്. ബാക്കി എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ പോർട്ട്. അതിനാൽ നമ്മുടെ ഈ കാണുന്ന ഈ STS ക്രെയിനുകൾ സെമി ഓട്ടോമാറ്റിക്കും നമ്മുടെ ഈ പറയുന്ന യാർഡ് ക്രെയിനുകൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആയതിനാൽ നമ്മുടെ പോർട്ടിന് ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന് തന്നെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിലവിലെ നമ്മുടെ വർക്കിംഗ് സ്റ്റാറ്റ്, അതായത് നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ സൈഡിലത്തെയും മുന്നിലത്തെയും വർക്ക് അപ്ഡേഷൻ. ഇനി നമുക്ക് പോകേണ്ടത് ഈ നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്തായിട്ട്. ബാക്ക് വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർബറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം പൂർണ്ണമായിട്ട് കാണാൻ, ഒരു ടവറൊക്കെ ഉണ്ട്, നമുക്ക് ഈ പോർഷൻ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, അവിടേക്കാണ് നോക്കുന്നത്. അവിടെയും കുറച്ച് വർക്കൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം ഇനി വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടന്നു പോകും. കാരണം നിലവിൽ നമ്മൾ ഈ കാണുന്ന ഇതൊരു വലിയ ടവറാണ്. ഇത് ഓൾറെഡി നമുക്ക് ഈ പറഞ്ഞ നെറ്റ്വർക്ക് ടവർ തന്നെയാണ്, സാധാ ടവർ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തെല്ലാം നമ്മൾ ഈ കാണുന്ന ബാക്ക് വശം പോർഷൻ ഇനി വളരെ ഫാസ്റ്റായിട്ട് എൻഗേജ് ആകും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ ഇതുവഴിയായിരിക്കും സ്റ്റോണുകളെല്ലാം ട്രജർ മെഷീനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം ഓരോരോ വർക്ക് നടക്കുന്നുണ്ട്. വർക്ക് സ്റ്റാഫിലെല്ലാം അവിടെ വർക്ക് നടക്കുന്നതിനാവശ്യമായിട്ട് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പോർഷനാണ് ബ്രേക്ക് വാട്ടറിലേക്ക് പോകുന്ന എൻട്രൻസ് പോർഷൻ. ഇതുവഴിയാണ് ലോറി പോകുന്ന ഒരു എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം നിലവിൽ പ്രൊട്ടക്ഷൻ വാളുകൾ, നമ്മളെ ഈ ബ്രേക്ക് വാട്ടറല്ല, പോർട്ടിൻ്റെ എല്ലാ സൈഡിലും പ്രൊട്ടക്ഷൻ വാളുമുണ്ട്. പ്രൊട്ടക്ഷൻ വാളിൻ്റെ സൈഡിലായിട്ട്
ഒരു സെക്യൂരിറ്റി സ്റ്റാഫിനെ നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും. അതായത് പെർമിഷൻ ഇല്ലാതെ ആർക്കും പോർട്ടിനകത്ത് പ്രവേശിക്കാനോ സാധിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഡ്രഡ്ജർ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഈ ഡ്രഡ്ജർ വഴിയാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എല്ലാ സ്ഥലത്തേക്കും സ്റ്റോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഡ്രഡ്ജറിലെ സ്റ്റോൺ കൊണ്ട് പോകുന്നതും അത് ബോട്ട് പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നു, ചെറിയ ടഗുകൾ പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ വീഡിയോ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആ വീഡിയോ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ സെക്കൻഡും തേർഡും ഫോർത്തിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗത്തായിരിക്കും ഇഞ്ചിൻലെസ് ബാർജിലേക്കും സ്പ്ലിറ്റ് ബാർജിലേക്കും സ്റ്റോണുകൾ ധാരാളമായി കൊണ്ടുപോകുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ നിലവിലെ അപ്ഡേഷൻ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.